കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഈ ഒരു ഭീകരാക്രമണത്തിൽ നമ്മൾ ഇന്ത്യൻ ജനങ്ങളെല്ലാം വേദനയോടെ കണ്ണുനീരോടെയാണ് അല്ലെങ്കിൽ ഞെട്ടിത്തരിച്ചാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഭീകരരുടെ നരനായാട്ടിൽ നമ്മളെല്ലാം പെട്ടെന്ന് സ്തംഭിച്ചു പോയിരിക്കുകയാണ്. അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഓരോ ഹിന്ദുക്കളും, മുസ്ലിങ്ങളെ അവർ കൈ തൊട്ടിട്ടില്ല. ഓരോ ഹിന്ദുക്കളും അത് ഒരു മതം മാത്രമല്ല, ഇന്ത്യൻ ജനവിഭാഗമായിട്ടാണ്, ഇന്ത്യൻ ജനത്തിലെ ഓരോ സഹോദരി സഹോദരന്മാരായിട്ടാണ് കാണുന്നത്. അവരെ പ്രത്യേകിച്ച് മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. അത് മലയാളിയെന്നോ തമിഴനെന്നോ കർണാടകയെന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എന്നോ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇന്ത്യ എന്ന ഒരൊറ്റ ജനം, ആ രീതിയിലേ നമുക്ക് കാണാൻ പറ്റൂ. അത്രയ്ക്ക് വേദനയോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചടി കൊടുക്കാതെ തന്നെ നമ്മുടെ മനസ്സിന് യാതൊരുവിധ മുറിവും ഉണങ്ങാൻ പോകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മലയാളിയായ രാമചന്ദ്രൻ എന്ന വ്യക്തിയും ഇതിൽ ഈ നരനായട്ടിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നമ്മുടെ മലയാളിയാണ്, കൊച്ചിക്കാരനാണ്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറഞ്ഞുകൂടാൻ പറ്റാത്തതാണ്. നമ്മുടെ ഇന്ത്യൻ പതാക ഉൾപ്പെടെ പകുതി താഴ്ത്തി കെട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഇന്നലെ ഉച്ച കഴിഞ്ഞ് എന്താ പറഞ്ഞ കേസുകളോ മറ്റുള്ള വാദങ്ങളോ ഒന്നും ഏറ്റെടുത്തില്ല. മൗനമായി പ്രാർത്ഥനയിലായിരുന്നു. നമ്മുടെ ലോകം മുഴുവനും ആ ഒരു വേദനയിൽ മുഴുകിയിരിക്കുക തന്നെയാണ്. കാശ്മീർ മുഴുവൻ എല്ലാ കടകളും അടച്ചിട്ട് അവർ വലിയ പ്രതിഷേധങ്ങളാണ്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അത്രയ്ക്ക് നമ്മളുടെ ഇന്ത്യ അത്രയ്ക്ക് വലിയ വേദനയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ചില ആഘോഷങ്ങൾ നടക്കുന്നത്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ച ഇന്ന് പറഞ്ഞുകൂടാത്തതാണ്. കാരണം നമ്മൾ ചെയ്യേണ്ടുന്ന രാഷ്ട്രീയമോ മറ്റൊന്നും പറയാതെ നമ്മുടെ സർക്കാരിനോടൊപ്പം ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, അവരുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതുപോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ കൊടുക്കേണ്ടുന്നത് ഒരു ബലവും ഒരു ഊർജവും ഒക്കെ തന്നെയാണ്. നമ്മുടെ ധീര ജവാന്മാർക്ക് കൊടുക്കേണ്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയവും മതവും പറഞ്ഞുള്ള തല്ലികൊള്ളിത്തരവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിപിടിയല്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇന്നലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ആഘോഷം നടന്നു. ഇന്ന് തലസ്ഥാനത്ത് AKG സെൻറ്ററിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് വളരെ ഗംഭീരമായ ആഘോഷമായിരുന്നു. ഞാനും കണ്ടിരുന്നു. വലിയ ഫ്ലിക്സുകളൊക്കെ വെച്ചു. എന്താ പറഞ്ഞ കുറേ സഖാക്കന്മാർ ഭയങ്കര ആഘോഷത്തോടെ. എങ്ങനെ ഇവർക്കൊക്കെ ചിരിച്ച് ഈ പാലുകാച്ചൽ ചടങ്ങ് നടത്താൻ തോന്നുന്നു വെച്ചാൽ എനിക്കറിയില്ല. ഇവരൊക്കെയാണ് യഥാർത്ഥ ഭീകരവാദികൾ. ഇവർ മാത്രമാണ്, മുസ്ലിം വിഭാഗത്തിലുള്ളതൊന്നും ഭീകരവാദികളാണ്. ഇവരൊക്കെയാണ് യഥാർത്ഥ തീവ്രവാദികൾ. അത് പലപ്പോഴും അവർ കാണിച്ചിട്ടുമുണ്ട്. അവർ എന്താ ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട് മറ്റേ വള്ളി നിക്കറും ഒക്കെ മറ്റേ കാക്കി ട്രൗസറും ഒക്കെ ഇട്ട് നടത്തുന്ന ഇവർ സംഘപരിവാറിനെ കുറ്റം പറയുമല്ലോ എപ്പോഴും എടുത്തിട്ട്. സംഘപരിവാർ അങ്ങനെയാണ്, അവർ ഹിന്ദു തീവ്രവാദിയാണ്. എത്രയോ ഭേദം. ഇവരാണ് യഥാർത്ഥ തീവ്രവാദികൾ. AKG എന്തായാലും പിണറായി സർക്കാരിന്റെ 4 വർഷത്തിന്റെ ആഘോഷം, മാർപ്പാപ്പ മരിച്ചതുകൊണ്ട് ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് ഡാൻസും കൂത്തും മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കി അവർ നടത്തിയിട്ടുണ്ട്. അവർ എണ്ണി പറയുന്ന കുറേ എന്ത് എണ്ണി പറയാൻ. അതിന്റെ പകുതിയും കേന്ദ്ര സർക്കാർ കൊടുത്തത് അതെടുത്ത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിന്റെ പകുതിയും കട്ടുമുടിക്കുന്നു. ഇതാണ് നടക്കുന്ന എണ്ണി. ഇത് സാധാരണ ജനങ്ങൾക്കും അറിയാം. പോട്ടെ, അത് എന്തെങ്കിലും ആവട്ടെ. മാർപ്പാപ്പ മരിച്ചതിന്റെ അവരുടെ കാര്യങ്ങൾ അവർ മുമ്പോട്ട് പോയി. ദുഃഖാചരണത്തിൽ ഡാൻസും ഗാനമേളയൊക്കെ അങ്ങ് ഒഴിവാക്കി. പക്ഷേ അതൊക്കെ പോട്ടെ, അത് മാത്രമല്ലല്ലോ നമ്മുടെ ഇന്ത്യയിലുണ്ടായ 29 പേര് ഒരു നരനായിട്ട് മരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു വ്യക്തി കൂടിയുണ്ട്, ആ കുടുംബമുണ്ട്. പിണറായിക്ക് അതൊന്നും പോയി കാണാൻ പറ്റില്ല. സംസ്ഥാനത്തെ പ്രതികരിച്ചുകൊണ്ട് ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു. പിണറായിക്ക് ആ കുടുംബത്തിൽ ചെന്ന് കാണാനോ കല്യാണങ്ങൾക്ക് പോകാൻ പറ്റും, എമ്പുരാൻ സിനിമ കാണാൻ പറ്റും. അതിനൊക്കെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സമയമുണ്ട്. AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് സമയമുണ്ട്. പക്ഷേ ഈ ഒരു ഭീകരാക്രമണത്തിൽ, ഈ ഒരു നരനായട്ടിൽ മരിച്ച ആ വ്യക്തിയുടെ കുടുംബത്തിൽ നേരിട്ട് ചെല്ലാൻ താങ്കൾക്കോ താങ്കളുടെ മരുമകനോ മകൾക്കോ താങ്കളുടെ ഭാര്യയ്ക്കോ സാധിച്ചില്ല. ഇതാണോ ഒരു മുഖ്യമന്ത്രി? AKG സെൻറ്ററിൻ്റെ പാലുകാച്ചി 2 ദിവസം കഴിഞ്ഞുകൊണ്ട് നടത്തിയാൽ എന്താണ് പ്രശ്നം? ഇത്രയും ആർഭാടമായിട്ട് നടത്താൻ താങ്കൾ എങ്ങനെയാണ് കേരളത്തെ പ്രതിനിധീകരിച്ച ഒരു മുഖ്യമന്ത്രി ആയത്? അതിശയം തോന്നുന്നു. താങ്കളോട് ലജ്ജ തോന്നുന്നു എനിക്ക്. എന്തായാലും ഇത് ഞാൻ തന്നെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. സാധാരണ സഖാക്കന്മാരെ എടുത്തിട്ട് അങ്ങ് വിരകുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരെണ്ണം ഇന്നലെ അനങ്ങിയിട്ടില്ല. ഇന്നലെ അവരുടെ ലൈവ് പോയപ്പോൾ പോലും പല സഖാക്കളും അതിനകത്ത് ചോദിച്ചു,
ഉത്തമ രാഷ്ട്രീയ ബോധമുള്ള, കമ്മ്യൂണിസം എന്താണെന്നറിയാവുന്ന, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടതെന്ന് അറിയുന്ന സഖാക്കൾ തന്നെ അതിൽ പലരും ലൈവിനകത്ത് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. സഖാവേ, മുഖ്യമന്ത്രി അങ്ങേക്ക് കുറച്ച് ദിവസം നീട്ടി വെച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളത്. ഒരു മനുഷ്യന്റെ മൃതദേഹം ഇങ്ങ് കൊച്ചിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ആഘോഷം, പാലുകാച്ചൽ, നാണമില്ലേ? അതും സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എത്രയോ പണം ദൂർത്തടിക്കുന്നു. ഇതിലുണ്ടാവുന്ന നഷ്ടം അങ്ങ് സഹിക്കുക. എത്രയോ പണം നിങ്ങൾ ദൂർത്തടിക്കുന്നു. നിങ്ങൾ ഈ നടത്തുന്ന വാർഷികാഘോഷത്തിന് നിങ്ങൾ ഏതെങ്കിലും ദരിദ്രർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്തതിനെ നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അർപ്പിച്ചേനെ. നിങ്ങളുടെ 4 വർഷത്തിന്റെ വാർഷികാഘോഷം, നിങ്ങളുടെ ഒരു പ്രമോഷൻ, എൻ്റെ അടുത്ത് ഒരു സഖാവ് പറഞ്ഞതാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ അവരുടെ വാർഷികാഘോഷങ്ങളൊക്കെ നടത്താറില്ലേ? അതൊക്കെ ഒരു പ്രമോഷന്റെ ഭാഗമാണെന്ന്. നിങ്ങൾ പ്രമോഷൻ ചെയ്യേണ്ടത് മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന് ചെയ്യേണ്ട നന്മയാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയ ബോധമാണ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ 20 കോടി രൂപ നിങ്ങൾ ഏതെങ്കിലും പാവങ്ങൾക്കോ ഏതെങ്കിലും നന്മയുള്ള ഒരു കാര്യം ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. ഞങ്ങളുടെ ആഘോഷം ജനങ്ങൾക്ക് വേണ്ടി ആണ് എന്ന് പറഞ്ഞെങ്കിൽ സഖാവേ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ചേർന്നേനെ. നിങ്ങൾ ഇന്നലെ കാണിച്ച വെറും കോമാളിത്തരം, നിങ്ങളുടെ വീടിന്റെ ഞാൻ പറയുന്നു, എനിക്കൊരു വീടാണ് വെച്ചിരുന്നെങ്കിൽ ഇന്നലെ എൻ്റെ വീടിനാണ് പാലുകാച്ച് നടത്തിയിരിക്കുന്ന ദിവസം ഞാൻ നിശ്ചയിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റുമായിരുന്നു. കാരണം അത്രയേറെ ഓരോ മനസ്സും വ്രണപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളാണ് കഴിഞ്ഞു പോകുന്നത്. നമ്മൾ കേന്ദ്രം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കണം. നമ്മൾ ഓരോ ജനത്തിനും ഓരോ വ്യക്തിക്കും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങ് അപ്പോഴും അങ്ങയുടെ സഖാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയമാണ് BJPയുടെ അരക്ഷിതാവസ്ഥ, BJPയുടെ തീവ്രവാദം. BJPക്കിട്ട് എന്തിട്ട് കുത്തണം, കേന്ദ്രത്തിന് എന്തിട്ട് കുത്തണം. കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പോലും മോദിക്ക് ഒപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. VD സതീശൻ എന്തൊക്കെ വന്ന് ഇതാക്കി പോകുന്നുണ്ട്. അതിനുള്ള മറുപടി രാജീവ് ചന്ദ്രശേഖർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല, മന്ത്രി മാത്രമല്ല, നമ്മളുടെ എന്താ പറയുക, രാജ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അങ്ങ് ഈ വാർഷികാഘോഷമൊക്കെ നിർത്തി AKG സെന്ററൊക്കെ പിന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ നിൽക്കേണ്ടുന്ന കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ മരിച്ച ആ രാമചന്ദ്രന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലെ താങ്കളുടെ പ്രതിനിധി എന്നുള്ള രീതി മറ്റൊരാളെയല്ല വിടേണ്ടെന്ന്, താങ്കൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുക. പൃഥ്വിരാജിന്റെ വാലയെ തൂങ്ങി നടക്കുകയല്ല വേണ്ടെന്ന്. എമ്പുരാൻ സിനിമ എന്ത് ധൃതിയായിരുന്നു മുഖ്യമന്ത്രിക്ക്. ഇത്രയും ബിസി ആയിട്ടുള്ള, ഇത്രയും തിരക്കേറിയ മുഖ്യമന്ത്രി എമ്പുരാൻ കാണാൻ പോയാലോ അതിന് പ്രതിഷേധിക്കാനും കൊട പിടിക്കാനും പോലെ ഇന്നലെ ഒരു ബൈറ്റ് അല്ലാതെ അങ്ങ് എന്താണ് ഇതിനു വേണ്ടി പ്രതികരിച്ചത്? ഗോവിന്ദൻ മാഷ് പോലും MV ഗോവിന്ദൻ പോലും എന്താണ് പറഞ്ഞത്? അപ്പോഴും അങ്ങോട്ട് കേന്ദ്രത്തിന് ഇട്ടു ചൂടാനും കുത്തരി. ഈ സമയത്ത് ബാക്കിയുള്ള രാഷ്ട്രീയങ്ങളും തെറ്റുകളും കുറ്റങ്ങളും മറന്നു വെച്ചിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ ജനതയാണ്, ഒരൊറ്റ വിഭാഗമാണ്, ഇതിന് ഞങ്ങൾ തടയിടും, ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കും എന്നുള്ള തരത്തിലല്ലേ അങ്ങ് പ്രതികരിക്കേണ്ടത്, അങ്ങയുടെ പാർട്ടി പ്രതികരിക്കേണ്ടുന്നത്. പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, അത് പിന്നെയും സഹിക്കാം. തീവ്രവാദത്തിന് എതിരായി തന്നെ അങ്ങ് പാലസ്തീന്റെ വിഷയത്തിന് മറ്റേ കഫിയൊക്കെ തൂക്കിയെടുത്തോണ്ട് അങ്ങയുടെ നിങ്ങളുടെ കമ്മിറ്റി സമ്മേളനത്തിന് നിങ്ങൾ ഇരിക്കുന്ന കണ്ടല്ലോ, മറ്റേ മുസ്ലിം വേഷമൊക്കെ ഇട്ടുണ്ട്. എങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യും, പാകിസ്ഥാനെ അനുകൂലിക്കൂ. അങ്ങ് അതിന് അങ്ങേക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും എൻ്റെ മാധ്യമ ജീവിതത്തിൽ എനിക്ക് എല്ലാ പാർട്ടിയും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണെങ്കിലും, പക്ഷെ എനിക്ക് ഏറ്റവും അധികം വേദന തോന്നിയ, എനിക്ക് ലജ്ജ തോന്നിയ ദിവസമായിരുന്നു ഇന്നലെ AKG സെന്ററിന്റെ ഉദ്ഘാടനം. അങ്ങ് പാലസ്തീന് വേണ്ടി നിരന്തരം കൈരളിയിലൂടെയൊക്കെ, കൈരളി സ്ഥിരം പാലസ്തീനെ അനുകൂലിച്ചും ഗാസയെ ഹമാസിനെയൊക്കെ അനുകൂലിച്ചും ഇങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിൽ 29 പേര് ഇന്നലെ മരിച്ചതിന്, ആ നായാട്ട് നടത്തിയതിന് നിങ്ങൾ എന്തുകൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് ഒരു ജീവൻ മനുഷ്യൻ, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്, കൊച്ചിയിലാണ്, അങ്ങ് എപ്പോഴും കൊച്ചി എറണാകുളം വഴി പോകുന്നതല്ലേ, കൊച്ചിയിലാണ്, എന്തുകൊണ്ട് ആ മനുഷ്യന്റെ വീട്ടിലേക്കൊന്ന് കയറി ചെന്നില്ല? ഇന്ന് പോന്നെങ്കിലേ ഉള്ളൂ. നമ്മൾ ആ സന്ദർഭമാണ് നമ്മൾ വേണ്ടത്, നമ്മുടെ സമയമാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന ചില കടമകൾ ചെയ്യേണ്ടുന്ന ചില സന്ദർഭങ്ങൾ, സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്.
അതിനുശേഷം പോയിട്ടോ വിലപിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. അതാണ് മുഖ്യമന്ത്രി എന്ന സ്ഥാനം അങ്ങേക്ക് നൽകിയത്. AKG സെന്ററിലുള്ള അങ്ങേക്ക് വലുത്. അങ്ങയുടെ പാർട്ടി രൂപീകരിക്കുകയും അത് വിപുലീകരിക്കുകയല്ല അങ്ങ് ചെയ്യേണ്ടുന്നത്. അങ്ങയുടെ പാർട്ടിയുടെ CPM എന്ന പാർട്ടിയുടെ ആദർശം അങ്ങ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്യേണ്ടുന്നത് ജനസേവനമാണ്, രാഷ്ട്രീയ സേവനമാണ്.